നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വട്ടവട എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമത്തിലാണ് കേട്ടോ. നമ്മുടെ മൂന്നാറിൽ നിന്ന് ഏകദേശം 42 കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. ഇങ്ങോട്ട് എത്തിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാജഡി ആയിരുന്നു. ഒരു കാട്ടിനുള്ളിലൂടെയൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൃഷി രീതികളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ട്രോബെറി വിളയുന്ന ഒരു പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്തൊക്കെ ആയിട്ട്. നമ്മളിപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മഡ് ഹൗസിലായിട്ടാണ് സ്റ്റേ അടിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടുത്തെ മഡ് ഹൗസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതുപോലെ ഇവിടുത്തെ കൃഷി രീതികൾ പരിചയപ്പെടുത്തി തരാം. ബീട്രൂട്ട്, ക്യാരറ്റ് പോലെയുള്ള പല ഐറ്റംസ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ അതെല്ലാം നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ ചേട്ടനെ പറ്റുവാണെങ്കിൽ പരിചയപ്പെടാം. സുഭാഷ് എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. അപ്പോൾ അങ്ങേര് വഴിയാണ് നമുക്ക് ഈ റൂമും കാര്യങ്ങളെല്ലാം സെറ്റായത് കേട്ടോ. അപ്പോൾ പറ്റുവാണെങ്കിൽ അങ്ങേരോടും ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. വട്ടവടയിലെ നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ച മഡ് ഹൗസിൽ നിന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ രാവിലെ 5:30 ആയി കാണും. നല്ല കോടയും അതുപോലെ വെളിച്ചക്കുറവും മൂലം എനിക്ക് ഒന്നും തന്നെ അപ്പോൾ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാനൊരു 6:30-ക്കാണ് പിന്നെ വന്ന് ഇതെല്ലാം ഷൂട്ട് ചെയ്യാൻ നിന്നത്. ആദ്യം തന്നെ ഞാൻ പോയി നോക്കാൻ പോകുന്നത് ഇവിടുത്തെ സ്ട്രോബെറി പാടങ്ങളും അതുപോലെ മറ്റ് കൃഷിയിടങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് സ്ട്രോബെറി കാണാനാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഉള്ളത് സ്ട്രോബെറികൾ മാത്രം വെച്ചിട്ടുള്ള ഒരു വലിയ ഏരിയയിലാണ്. സ്ട്രോബെറി മാത്രം നട്ടു വെച്ചിട്ടുള്ള ഇത് കണ്ടോ, ഇങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ അവർ സ്ട്രോബെറി നടുന്നത്. അതായത് ഇപ്പുറത്ത് നമുക്ക് ക്യാരറ്റ് കാണാം, പക്ഷേ ഈ സൈഡ് മൊത്തം കാണുന്നത് സ്ട്രോബെറിയാണ് കണ്ടോ. അപ്പോൾ ഇതുവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കവറ് പോലെ, ചാക്ക് പോലെ ഇങ്ങനെ ഇട്ടിട്ട് കറക്റ്റ് ഒരു ഏരിയയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനുള്ളിലായിട്ടാണ് അവർ സ്ട്രോബെറി ഇങ്ങനെ നട്ടു വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു റോല് ഞാൻ നോക്കുന്ന സമയത്ത് സ്ട്രോബെറി അധികമൊന്നും ആയിട്ടില്ല, അതെല്ലാം പച്ചയാണ് കണ്ടോ. ഒരെണ്ണം മാത്രം ചെറുതായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. ഭയങ്കര വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയയിലാണ് കേട്ടോ അവരത് കൃഷി ചെയ്യണത്. അതുപോലെ തന്നെ ഇവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞത് ഇവിടെ എല്ലാ വീട്ടുകാരും ഒന്നും ഇത് ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പാടുള്ള ഒരു കാര്യമാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ചില വീട്ടുകാരും ചില ഫാമുകാരും മാത്രമാണ് അത്ര ഈ സ്ട്രോബെറി കൃഷി ചെയ്യുന്നത്. ഈ സ്ട്രോബെറി കൃഷിക്ക് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്കിവിടെ ഇവരുടെ ബീൻസ് കൃഷിയൊക്കെ കാണാം കേട്ടോ. കണ്ടോ, ഇത് ബീൻസാണ് വിളയുന്നത്. ആ ബീൻസിൻ്റെ ഇത് ഇവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറേ ഇങ്ങനെ വടി ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതിലോട്ടാണ് വള്ളി ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുന്നത് കണ്ടോ. ബീൻസിൻ്റെ എന്ന് പറയുമ്പോൾ വള്ളി ടൈപ്പിലുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ അവർ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ബീൻസിൻ്റെ ഒരു മരം നിൽക്കുന്ന പോലെ തോന്നും. സംഭവം അവർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ വടി കണ്ടോ, ഇങ്ങനത്തെ ഉണക്ക വടി ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതിൽ നിന്നാണ് ഈ ഒരു ഓരോ ബീൻസിൻ്റെ ചെടി ഇങ്ങനെ മുകളിലോട്ട് പടർത്തി വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നായാട്ട് സിനിമ, അതിനെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട്സും കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇവിടെ ഷൂട്ട് ചെയ്തെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ആദ്യം സുഭാഷ് ചേട്ടനോട് ചോദിച്ചത് നായാട്ട് സിനിമ എവിടെയാണ് ഷൂട്ട് ചെയ്തതെന്നാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഈ സിനിമ ഷൂട്ട് ചെയ്ത് അത് കണ്ടോ, ഈ ഒരു സ്ഥലത്തിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ഊര് കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടെ ആയിട്ടാണ് ഷൂട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. അതുപോലെ ഈ കാണുന്ന ക്രോപ്സ് എല്ലാം കുറച്ച് മാറി ഒരു പച്ച തുണിയെല്ലാം വെച്ച് കെട്ടി അതിനുള്ളിലായിട്ട് നല്ല സേഫായി വിളയിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഗാർലിക് അതുപോലെ ചെറിയുള്ളി പോലെയുള്ള ക്രോപ്സൊക്കെയാണ്. കുറച്ച് മാറി ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് ബീട്രൂട്ടിൻ്റെയും അതുപോലെ കോളിഫ്ലവറിൻ്റെയൊക്കെ തൈകൾ കൂടെ ഇങ്ങനെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ. കൈയും കാലും ഒക്കെ തണുത്ത് വിറച്ചിട്ടിരിക്കുകയാണ്. കയ്യിൽ ഗ്ലൗ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇവിടുത്തേർക്കൊക്കെ അത് ശീലമായി.
നമ്മൾ കാലാണെങ്കിൽ ചെരുപ്പിട്ടിട്ടേ ഷൂസ് ഇട്ടാലേ അവിടെ കുറച്ചെങ്കിലും ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മളിപ്പോൾ ചെരുപ്പിട്ടാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാലൊക്കെ ഇങ്ങനെ പൊളിയണ പോലെ ഉണ്ട് തണുത്തിട്ട്. ഏതായാലും ഈ ഒരു സ്ട്രോബെറി തോട്ടങ്ങളുടെ ഇടയിലൂടെ നടക്കാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഭംഗി. ഇടയിലിടയിൽ ഇങ്ങനെ ചുവപ്പ് കളറിൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് കാണുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ഭാഗത്തൊക്കെ കുറച്ച് നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഒന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു റോല് കുറേ എണ്ണം അത്യാവശ്യം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇതൊക്കെ പച്ചയാണ് കേട്ടോ, ഒന്നും ആയിട്ടില്ല. ഒക്കെ ആവാനുണ്ട്. അങ്ങനെ നല്ല വൃത്തിക്ക് ഇതുപോലെ വിളഞ്ഞു നിൽക്കുന്ന ചെടി ഏതാണെന്ന് പലർക്കും മനസ്സിലായി കാണും. നമ്മൾ സാധാരണ ഊട്ടിയിലെല്ലാം പോകുമ്പോൾ വാങ്ങാറുള്ള നമ്മുടെ ക്യാരറ്റ് തന്നെയാണ് ഈ ചെടി കേട്ടോ. മണ്ണിനടിയിലായിട്ട് ഇതുപോലെയാണ് ക്യാരറ്റുകൾ ഉണ്ടാവുക. ഈ കാണുന്ന ചെടി ബീട്രൂട്ടിൻ്റെ ചെടിയാണ് കേട്ടോ. ഇത് സുഭാഷ് ചേട്ടൻ വലിയ പാറ്റേണിലൊന്നും അല്ല വളർത്തിയിട്ടുള്ളത്. ചുമ്മാ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഇതുപോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇല നമുക്ക് സാധാരണ ചീരയെല്ലാം കറി വയ്ക്കുന്ന പോലെ കറി വയ്ക്കാമെന്നാണ് സുഭാഷ് ചേട്ടൻ പറഞ്ഞത്. ഈ കാണുന്നതാണ് കോളിഫ്ലവറിൻ്റെ ചെടി. അത്യാവശ്യം നീറ്റായി വാസ്റ്റ് ഏരിയയിൽ തന്നെ ഈ ഒരു കോളിഫ്ലവർ കൃഷി ഇവിടെ കണ്ടിരുന്നു. എന്തായാലും ഏറ്റവും ടോപ്പിലോട്ട് ഞാനിങ്ങനെ ഈ ഒരു കൃഷിയിടത്ത് കൂടെ ഒക്കെ ഇങ്ങനെ ടോപ്പിലോട്ടൊന്ന് കയറി നോക്കാം കേട്ടോ. അവിടെ ഒരു മഡ് ഹൗസ് കാണാം, അങ്ങോട്ടൊന്ന് കയറി നോക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നായാട്ടിനി ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ കൂടെ എല്ലാവരും വിശ്വസിക്കുള്ളൂ കേട്ടോ. കാരണം അതേപോലെ തന്നെ ഉണ്ട് കാണാനൊക്കെ ആയിട്ട്. എന്താ സെയിം നായാട്ടിൽ കാണുന്ന അതേ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ ഇവിടെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നത് വീണ്ടും സ്ട്രോബെറിയുടെ കൃഷിയുടെ ഇടയിലാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അവിടെ കണ്ട പോലെയുള്ള ആ ഒരു സെറ്റപ്പ് ഒന്നും കാണുന്നില്ല കേട്ടോ. അതായത് അവർ ചാക്കോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ചുമ്മാ ബാക്കി ക്രോപ്സ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ഇട്ട് വളർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം ചുമ്മാ ഇങ്ങനെ ഇട്ട് വളർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അവിടെയൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പ്രത്യേകതരം കൃഷി രീതിയിൽ അവരിങ്ങനെ ചാക്ക് വിരിച്ചിട്ട് അതിലിങ്ങനെ കട്ട് ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടോ, സ്ട്രോബെറിക്ക് വെള്ളം നനയ്ക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എനിക്കൊന്നും അത് പതുക്കെ തിരിയുന്നുണ്ട്. അപ്പോൾ എല്ലാവിടേക്കും ഇങ്ങനെ വെള്ളം കിട്ടുകയാണെന്ന് തോന്നുന്നു. ആ ഭാഗത്ത് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്കിതുപോലെ സ്ട്രോബെറി കൃഷി കാണുന്നുണ്ട് കേട്ടോ. അവിടെ ഇതുപോലെ ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടാണ് ചെയ്യണത്. പിന്നെ എനിക്ക് തോന്നുന്നു കുറേ നമ്മൾ എവിടെ നോക്കിയാലും പെട്ടെന്ന് കാണുന്നതെന്ന് പറഞ്ഞാൽ ബീൻസ് കൃഷിയാണ്. കാരണം കണ്ടോ, ബീൻസ് എല്ലാം ഇങ്ങനെ ഹൈറ്റിലാണ് വളർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിലൊക്കെ ബീൻസ് കൃഷിയുണ്ട്. അവിടെയുണ്ട്. എവിടെ നോക്കിയാലും നമുക്കൊരു മഞ്ഞ കളറ് കലർന്ന പോലെ ഇങ്ങനെ ബീൻസ് കൃഷി കാണാം. കണ്ടോ, നമ്മളപ്പോൾ അങ്ങനെ നടന്ന് മുകളിലോട്ട് കയറിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെറിയ മഡ് ഹൗസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും താമസിക്കാൻ കൊടുക്കുന്ന മഡ് ഹൗസ് അല്ലാന്ന് തോന്നുന്നു. ഇത് ചിലപ്പോൾ പണിക്കാർക്കൊക്കെ സാധനങ്ങൾ വെക്കാനും ബാക്കി ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഒരു ചെറിയൊരു സ്റ്റോർ ഹൗസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യൂ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് നോക്കുമ്പോഴാണ് കറക്റ്റ് വട്ടവടയുടെ ഒരു ഫീല് നമുക്ക് കിട്ടണത്. ഇനിയിപ്പോൾ നമ്മൾ നടന്ന് കാണാൻ പോകുന്നത് നമ്മൾ ഇന്നലെ രാത്രി വന്ന വഴികളാണ്. അതായത് ഈ ഒരു മഡ് സ്റ്റേയിലോട്ട് വന്ന വഴികളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മഡ് സ്റ്റേ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതുപോലെയുള്ള മഡ് കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റേകളിലാണ് ചെറിയൊരു കോട്ടേജ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക. അതിനുള്ളിലാണ് നമ്മൾ ഇന്നലെ കിടന്നത്. നമ്മളിങ്ങോട്ട് വന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ ഒരു സുഭാഷ് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്നു വേണം വരാനായിട്ട്. ആ വഴിയിലൂടെയാണ് ഞാൻ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ നമ്മുടെ ഈ സൈഡാണ് മൊത്തമായിട്ട് ഇവരുടെ ഫാമും കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടോ, അവിടെ ആ മഡ് സ്റ്റേ വരും. പിന്നെ മുകളിലൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ വീടുകൾ കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ മഡ് വെച്ചിട്ട് തന്നെ കെട്ടിയതാണ് അതൊക്കെ. കണ്ടോ, പിന്നെ ഈ സൈഡ്
ഞാൻ നേരത്തെ പറഞ്ഞ ആ നായാടൊക്കെ ഷൂട്ട് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു ഊരാണ്, ആ സൈഡാണ് വരുന്നത് കേട്ടോ. ഈ ഒരു തട്ട് കാണാം ഒരു മലയുടെ, അതിൻ്റെ ആ സൈഡ് വരുന്ന ഊര്. ഈ ഒരു വഴി കൂടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെറിയ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകുന്ന പോലെ കണ്ടോ. എനിക്കൊന്നും മലയുടെ മുകളിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട്, വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ മഡ് ഹൗസ് പരിചയപ്പെടാം. ഇതുപോലെ കളിമണ്ണ് കൊണ്ട് വലിയൊരു കോട്ടേജ് പോലെ ഇവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ഇതിലായിട്ട് വലിയ 3 മുറികളാണുള്ളത്. 4 പേർക്ക് കിടക്കാവുന്ന തരത്തിലുള്ള ഒരു മുറി, അങ്ങനെ മൊത്തം 3 മുറികളിൽ 12 പേർക്ക് വരെ കിടക്കാവുന്നതാണ് പറയുന്നത്. ഈ കാണുന്നതാണ് റൂം കേട്ടോ. 2 റൂമായിട്ടാണുള്ളത്. ഇത് കണ്ടോ, ഒരു റൂമിൽ ഒരു ബെഡും 2 പേർക്ക് കിടക്കാനുള്ള ബെഡുണ്ട്. അതുപോലെ അടുത്ത റൂം കണ്ടോ, ഇവിടെയും 2 പേർക്ക് കിടക്കാനുള്ള ഒരു ബെഡും സെറ്റപ്പുമാണ്. 2 ചെയറിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ജനൽ എന്ന് പറയുന്നത് ഈ ഒരു ജനൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സൈഡ് മാത്രമാണ് ജനലുള്ളത്. ഉള്ള കാഴ്ചയൊക്കെ പൊളിയാണ് കണ്ടോ. ഈ കാണുന്നത് നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ ഇവിടെ ഇരിക്കാനും ചില്ല് ചെയ്യാനുമുള്ള അത്യാവശ്യ സ്പേസ് ഒക്കെ ഇവിടെ ഇങ്ങനെ നൽകിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ചു നേരം സുഭാഷ് ചേട്ടനെ കാത്തിവിടെ നിന്ന് നോക്കി. സുഭാഷ് ചേട്ടന് ഫാമിൽ തിരക്കുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്ന് അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ തൊട്ടപ്പുറത്ത് കണ്ട മറ്റൊരു ഫാമിലോട്ടൊന്ന് നടന്നു നോക്കി. കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ് ഒരു ചേട്ടനെയാണ് ഞാനവിടെ പരിചയപ്പെട്ടത്. അദ്ദേഹം 23 കൊല്ലം മുമ്പ് വട്ടവടയിൽ വന്ന് സ്ട്രോബെറി കൃഷി ആദ്യമായി തുടങ്ങിയത് അദ്ദേഹമാണെന്നാണ് പറഞ്ഞറിഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ട്രോബെറി പാടങ്ങളും മറ്റ് കൃഷിരീതികളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കി നോക്കാം. ഇതിപ്പോ സീസൺ അല്ലല്ലോ. സ്ട്രോബെറി സീസൺ തന്നെയാണോ? അത് ശരി. ഇപ്പോഴും സീസണാണ്. കാലാവസ്ഥയുടെ ഒരു മാറ്റം കൊണ്ടാണ് ഇതാണ് പഴം തീർത്തും കുറവ്. അത് ശരി. ഇപ്പോഴും തൈകൾ വന്നതും തീർത്തും മോശം. പൂവിനയിൽ വരെ മോശമാണ്. ഓ അത് ശരി. പൂവിനയിൽ പഴത്തിനും വില കൂടുതല്. ഇവിടെ തന്നെ ഇപ്പോഴത്തെ മാർക്കറ്റ് 540 രൂപ. ഓ അത് ശരി. വില പിന്നെ ഇവിടെ വരുമ്പോൾ 600 രൂപ 800 രൂപ വരെ വിൽക്കുന്നുണ്ട് ആൾക്കാർ. ഇത് ഏലമാണ്. ഓ ഇത് ഏലമാണല്ലേ. ഇതിപ്പോഴും ഇനി 1 കൊല്ലം കൂടി കഴിയണം കായ്ക്കണമെങ്കിൽ തയ്യ. ഈ ഏലക്കാവ് ഉണങ്ങണമെങ്കിൽ പ്രത്യേകിച്ച് സ്റ്റോർ വേണം. സ്റ്റോറിലിട്ട് ഉണക്കിയാണ് കച്ചവടം ചെയ്യാറ്. ശരി. ഇവിടെ അധികം ഇല്ലേ? ഇല്ല, നമുക്കിപ്പോഴും ഏലം ഇത് 2 സാമ്പിളിന് വെച്ചാൽ. അത് ശരി. ബോധിമേട്. ബോധമേടിന്റെ അടിവശത്താണ് ഞങ്ങളുടെ തോട്ടം. അത് ശരി. അവിടെ കുറെ ഉണ്ടല്ലേ ഇങ്ങനത്തെ ഏലം? അവിടെ മൊത്തം എന്ന് പറഞ്ഞാൽ മൊത്തത്തിന് അതൊരു 25,000 40,000 ഏക്കറിന് മുകളിലുണ്ട്. ഓ അത് ശരി. പിന്നെ ഇത് മരത്തക്കാളി. ഇത് അല്ലേ മരത്തക്കാളി. ഓ ഇതാണോ മറ്റേ ഷുഗറിനൊക്കെ നല്ലതാണ്? അത് ഇതാണോ? പ്രഷറിന് അല്ലേ? ഓ ഓ ഹോ ഹോ. അത് ശരി. ഞാൻ കാന്തല്ലൂർ മുമ്പ് ഒരിക്കൽ അവരെന്തോ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. കാന്തല്ലൂർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് ഉണ്ട്. അവിടുത്തെ ഫാമിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പിടിക്കാത്ത സൈസ് ബ്രാക്കം പൊട്ടിയത് ഹൈറേഞ്ചിൽ മാത്രം. ഹൈറേഞ്ചിൽ മൂന്നാർ കാന്തല്ലൂർ. കാന്തല്ലൂരും കുറവാണ്. ഇത് കൂടുതലുണ്ടാകുന്നത് നമ്മുടെ ഈ വട്ടവടയിൽ. ഓ അത് ശരി. വട്ടവട പഞ്ചായത്തിലാണ് ഈ സാധനം കൂടുതലുണ്ടാകുന്നത്. കൊളസ്ട്രോൾ നല്ലതാണെന്നല്ലേ? സൗണ്ടിന്റെ ഒരു പ്രോബ്ലം വരണവർക്ക് ഇത് ഒരു 5-8 പഴം കൊടുത്ത സൗണ്ട് ക്ലിയർ. അത് ശരി. ഈ ഇടയ്ക്ക് പഠിച്ച ഞാൻ ബ്ലാക്ക്ബെറി കാണാം. ഇത് ബ്ലാക്ക്ബെറി അല്ലേ? ബ്ലാക്ക്ബെറി. ഇത് ആദ്യം പച്ചക്കളർ, രണ്ടാമത് ചുവപ്പ്, മൂന്നാമത് കറുത്ത കളർ. കാരണം കറുത്ത കളർ ആകുമ്പോഴത്തേക്കാണ് പഴം പാകമാകുള്ളൂ. അത് ശരി. ഓഹോ. ഇതിലേക്ക് ഒരു കിലോയ്ക്ക് 2,500 രൂപ മാർക്കറ്റ് വിലയുണ്ട്. ഇതാണല്ലേ പച്ച കളർ. ഇനി ഇത് ചോപ്പായിട്ട് പിന്നെ ബ്രൗൺ ആവും. ബ്ലാക്ക്ബെറി എന്ന് പറയും.
ബ്ലാക്ക്ബെറി ഒരു തൈ ഉണ്ട് കൊടുക്കാനുള്ളതാണ്. ഓ ശരി. ഏത് രാജ്യത്തും പിടിക്കുന്നത്. ഇത് പാലക്കാടൊക്കെ പിടിക്കുമോ? പാലക്കാട് ചൂട് ചൂട് വേണം അതിന്. വേണോ? അത് ശരി. ആ ഹാ. ചൂടും ഇതുപോലെ ചെറിയ തണുപ്പ്. ഓ അത് ശരി. അങ്ങനെ ഇത് പാലക്കാടൊക്കെ പിടിക്കുമോ ഇത്? പാലക്കാട് ഞങ്ങൾ ഇവിടെ സ്ഥിരം മണ്ണുത്തിക്ക് കൊടുത്തോണ്ടിരിക്കുന്നത്. ആണോ? ഇപ്പോഴും 500 തൈ കയറി പോയിട്ട് 1 മാസം ആയുള്ളൂ. അത് ശരി. നമ്മുടെ തന്നെ ഇവിടെ റൂട്ടീൻ എടുക്കണതാണ്. ഓ ഓ ഓ. റൂട്ടീൻ എടുത്ത് ഇപ്പോഴും ഈ ഇടയൊക്കെ പോയതാ തൈ. അത് ശരി. ഇന്നലെയായിട്ട് പോയതാ. ആ ഹാ ഹാ. നമ്മളിവിടെ 150 രൂപയ്ക്ക് തൈ കൊടുക്കുന്നുണ്ട്. ഓ ഞാൻ ബൈക്കിലാണ് വന്നത്, കൊണ്ടുപോകാൻ പറ്റുമോന്ന് അറിയില്ല, നോക്കട്ടെ. അല്ല ബൈക്ക് പെട്ടിയുണ്ടെങ്കിൽ ബാഗുണ്ടെങ്കിൽ ബാഗിൻ്റെ അകത്ത് ഇരിക്കുമല്ലോ. ഇത് വേരിനായിട്ട് പോകുക. ഓ ഓ ഓ. ഇതേ കണ്ടീഷനിൽ തന്നെ ആയിരിക്കും. ഓ വലിയ തൈ ആകുമ്പോഴത്തേക്കാണ് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്. വലിയ തൈ അതെന്തിനൊക്കെയാ നല്ലത് ബ്ലാക്ക്ബെറി എന്ന് പറയുമ്പോൾ? ബ്ലാക്ക്ബെറി എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല. സംഗതി മാർക്കറ്റ് വില. ജ്യൂസൊക്കെ അടിക്കാൻ പറ്റുമോ? ജ്യൂസിന് ജാമ്, അത് ശരി. വൈനാണ് വില കൂടുതൽ. ഓ അത് ശരി. അത് ശരി. 4000 രൂപയുണ്ട്. വൈനിടല്ലേ അത് വെച്ചിട്ട്? വൈന് ഇടുന്നുണ്ട്. പിന്നെ ഈ കഴിഞ്ഞാണ് മന്ത്രി സുനിൽകുമാറിന് ആ ഇവിടെ എവിടെ ക്യാമ്പ് ഉണ്ടെങ്കിൽ ഇതിന്റെ തൈ വേണം, പണം കൊടുത്ത് വിടണം. ഓ അത് ശരി. പുള്ളിക്ക് വലിയ ഇഷ്ടമുള്ള സാധനം. ആ ആ. കല്ലുമുള്ളിലേക്കുന്ന ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഓ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ? ആ ഹാ ഹാ ഹാ. ചെറുതയ്യ. അത് ശരി. ഈ അടുത്ത് കമലം എന്നൊക്കെ വിളിപ്പേര് വന്ന ഡ്രാഗൺ ഫ്രൂട്ട്. അതിനെ കമലം എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ പേര് മാറ്റിയല്ലോ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ. അത് താമര പോലെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട്. അതെ അതെ. അതുകൊണ്ട് അവര് കമലം എന്ന് വിളിക്കാൻ തുടങ്ങി, ഹിന്ദിയിലെ താമരയുടെ. ആ ചോപ്പായില്ലേ? ചോപ്പായി നിൽക്കുന്നുണ്ട്. ആ ഹാ ഹാ. ഇവിടെ നമ്മൾ മരുന്ന് അടിക്കാറുണ്ടോ ഇതിനൊക്കെ? അടിക്കും അല്ലേ? സ്ട്രോബെറിക്കും അടിക്കും അല്ലേ? ഓർഗാനിക്കാ. അത് ശരി. ഓർഗാനിക്കാണ് അടിക്കണം. ഓ ഓ. നമുക്ക് കണ്ടില്ല, വീട്ടിൽ കയറി പോകണം. ആ ഹാ ഹാ. ഓ ഇത് മെയിൻ്റനൻസ് നല്ല പണിയാണല്ലേ ഇതിന്റെ? എപ്പോഴും പണിക്കാർ വേണം. ഓ അത് ശരി. എപ്പോഴും ഒരു പെണ്ണിന്റെ പണി സ്ഥിരമുണ്ട്. ആണല്ലേ? ആ ഇതെന്താ ഇങ്ങനെ? ഇത് പ്ലാസ്റ്റിക് ഇട്ടിങ്ങനെ ഈ ഇടയ്ക്ക് കാട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാ. വേറെ ചെടികളൊക്കെ വന്ന് കയറാതിരിക്കാൻ അല്ലേ? ഓ അത് ശരി. ചില ഭാഗത്തൊക്കെ ആ മുകളിലൊക്കെ ആയിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ സംഭവമൊന്നുമില്ല, ചുമ്മാ കൃഷി ചെയ്ത് വെച്ചിരിക്കണ കണ്ടു. അതെ അത് ശരി. ഓ അത് ശരി. സ്ട്രോബെറി ചേട്ടൻ എന്ന് വിളിപ്പേരുള്ള നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടൻ അതിനുശേഷം കുറേ നേരം ഇവിടുത്തെ സ്ട്രോബെറി കൃഷിയെക്കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഞങ്ങളോട് സംസാരിച്ചു. അത്യാവശ്യം നല്ല തണുപ്പ്. അല്ല ഞങ്ങൾക്ക്, ഞാൻ പാലക്കാട് എന്ന് പറയുന്നതുകൊണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഉണ്ട് അല്ലേ? ഇന്ന് നല്ല തണുപ്പ് ഉണ്ടോ നിങ്ങൾക്ക്? ഈ വെയിലിങ്ങനെ ഇറങ്ങി വരും തോറും തണുപ്പ് കൂടി വരും. ഓ അത് ശരി. സൂര്യൻ ഇറങ്ങി വരണുണ്ടോ? സൂര്യൻ ഉദിക്കുന്ന ഇവിടെയാ. അത് ശരി. ഓ അവിടെയാണ് ഉദിക്കുക. ഈ നേരെയാണ് കിഴക്ക്. ആ ഹൈറ്റ് കൂടിയതുകൊണ്ട് അവന്റെ രശ്മി ഇങ്ങനെ അടിച്ചടിഞ്ഞ് അത് ശരി. മരം മുകളിൽ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ വെയിൽ വരുള്ളൂ. ഓ അപ്പൊ അവിടെയാണ് പൊതിച്ചിരിക്കണത്, ആ സൈഡ് പൊതിച്ചിരിക്കണത്. പക്ഷെ അതിന്റെ വെളിച്ചമാണല്ലോ അവിടേക്ക് അടിക്കണത്. ആ കൊള്ളാലോ. അച്ഛൻ മരിച്ചിട്ട് 6 കൊല്ലമായി, മരിച്ചിട്ട് 3 കൊല്ലമായി. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇപ്പോൾ അവിടെ വന്നിട്ട് 23ാമത്തെ കൊല്ലമായി. ഓ ശരി. വന്ന് 1 കൊല്ലം കഴിഞ്ഞുകൊണ്ട് സ്ട്രോബെറി കൃഷി തുടങ്ങി. നമ്മളാണ് വട്ടവട പഞ്ചായത്തിൽ ഫസ്റ്റിൽ സ്ട്രോബെറി ശരി കൃഷി തുടങ്ങി. അത് ശരി. അതിനുശേഷമാണ് ഇവിടെ എല്ലാവരും തൈ തുടങ്ങിയത്. അപ്പൊ ആദ്യം തന്നെ സക്സസ് ആയിരുന്നു? ആദ്യം തന്നെ സക്സസ് അടിപൊളിയായിരുന്നു. ക്ലൈമറ്റും നല്ല തണുപ്പ്. ഓ പിന്നെ ഇത്രയും ചൂടും ഇല്ല സമയങ്ങളിൽ. ആ അതിനുശേഷം 2-3 സൂര്യഗ്രഹണം വന്നത് കാലാവസ്ഥയും മാറി. കാലാവസ്ഥ ഇത്തവണയൊക്കെ ചൂട് കൂടുതല. ഈ കഴിഞ്ഞ സൂര്യഗ്രഹണത്തോടും കൂടിയാണ് എല്ലാം കൃഷി വന്നതാ. സ്ട്രോബെറിക്ക് നല്ല തണുപ്പാണോ? അങ്ങനെ ന്യായം തണുപ്പ് ഒരു 23-24 നിന്നാലും കുഴപ്പമൊന്നുമില്ല. 30-35 വരെ പിടിക്കും. അത് തിരുവനന്തപുരം ഏരിയയിലൊക്കെ ഉണ്ട്. അവിടെ ഉണ്ടോ? അത് ശരി. ഇത് മെയിൻ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇതില്? ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മെയിനായിട്ടെന്ന് വെച്ചാൽ കള കയറാൻ നോക്കുക, കീടങ്ങളുടെ ശല്യം ഒഴിവാക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഇതിന് ഈ ഇല കരിയുന്നൊരു രോഗം വരും. വേര് പുഴുവിന്റെ ശല്യം ഉണ്ടാകും. വേര് പുഴുവിന്റെ ശല്യം എന്നാണ് ഈ ഇലയൊക്കെ വട്ടം ചെറിയ തൈയായിട്ട് നിൽക്കുന്നത്. വേര് പുഴു തിന്നിട്ട് വേര് തിന്ന് തീർത്തു പോയാൽ പിന്നീട് അവൻ ചത്തുപോകും, പിന്നെ രക്ഷപ്പെടുകയല്ല. ഇതിനൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ശരി. 23 കൊല്ലമായി സ്ട്രോബെറി കൃഷി തുടങ്ങിയിട്ട്. അത് ശരി. വട്ടവടയിൽ സ്ട്രോബെറി വന്നിട്ട് 23 വർഷം അല്ലേ? ഇവിടെ നമ്മൾ സ്ട്രോബെറി ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടുകാരറിയും. ആണ് അല്ലേ? പേര് പറഞ്ഞാൽ അറിഞ്ഞു.
സംസാരത്തിന് ശേഷം എൻ്റെ വീട്ടിലേക്കായി കുറച്ച് ഫ്രഷ് സ്ട്രോബെറിയും ബ്ലാക്ക്ബെറി തൈയും ഒക്കെ ഞാൻ വാങ്ങിയിട്ട് പോയി. എൻ്റെ മുന്നിൽ വെച്ച് തന്നെ നല്ല ഫ്രഷ് സ്ട്രോബെറി പറിച്ച് ഒരു സെഞ്ചിയിലാക്കി തന്നു കൃഷ്ണൻകുട്ടി ചേട്ടൻ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വൈനും ജാമും ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിയിട്ട് പോകാൻ സാധിക്കും. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും കിട്ടില്ലെങ്കിലും ലിമിറ്റഡ് ആയിട്ട് നമ്മളുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്ന തരത്തിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് പോകാവുന്നതാണ്. ഇനി വേറെ സ്റ്റേ വേണമെങ്കിലും കൃഷ്ണൻകുട്ടി ചേട്ടനോട് പറഞ്ഞാൽ മതി, പുള്ളി റെഡിയാക്കി തരുമെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തായാലും പുള്ളിയുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നന്നായി പഴുത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഓർമ്മയ്ക്കായി ഒരു ഫോട്ടോ കൂടെ ഞാൻ എടുത്തു. വട്ടവടയുടെ ഓർമ്മകൾ എന്നെന്നും മനസ്സിൽ സൂക്ഷിക്കാനായി ഒരു ഫോട്ടോ.